വീണ്ടും സുപ്രഭാതം. വീണ്ടും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനം അറിയിക്കുന്നു. എനിക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകരിലേക്ക് കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കാനായിട്ടുള്ള വഴികളും വാതിലുകളും കർത്താവ് തന്നെ തുറക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വാതുറക്കുമ്പോൾ ആവശ്യമായ വചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ആ ഒരു വലിയ കൃപയും നിറവും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അനേകർക്ക് പ്രയോജനം ഉണ്ടാകുന്ന ശുശ്രൂഷ കർത്താവിൻ്റെ സഹായത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രാർത്ഥന ആവശ്യമാണ്. എനിവേ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടിരുന്ന കാര്യം കർത്താവിൻ്റെ ആക്സെപ്റ്റൻസും അപ്രൂവലും രണ്ടും രണ്ടാണ്. കർത്താവ് തൻ്റെ അടുത്ത് വന്നവരെല്ലാം കർത്താവ് സ്വീകരിച്ചു, അതിൽ കൈക്കൊണ്ടു. പക്ഷെ അംഗീകരിച്ചത് കുറച്ച് പേര്. നമ്മളൊരിടത്ത് വായിച്ചു കേട്ടു, അവരിൽ പലരും കർത്താവ് ചെയ്ത അത്ഭുതം കണ്ട് കർത്താവ് വിശ്വസിച്ചു. പക്ഷെ അവൻ അവരെ ആരും വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിലെടുത്തില്ല. കാരണം അവരുടെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ അവരുടെ മൈൻഡ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നെന്ന് കർത്താവിന് അറിയാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കർത്താവ് പരിശോധിക്കുമ്പോൾ കർത്താവിന് സന്തോഷമാണോ ഉണ്ടാകുന്നത്, അതോ സങ്കടമാണോ വരുന്നത്? ചിന്തിക്കണം. ഞാൻ ചലഞ്ച് ചെയ്യാം. നമ്മുടെ മനോഭാവം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആത്മീയതയുടെ ഉദ്ദേശം കർത്താവ് ഹൃദയങ്ങൾ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ? കർത്താവിനുള്ള സ്നേഹത്തിലാണോ, അതോ ഭയത്തിലാണോ, അതോ നമ്മുടെ കോൺഷ്യസിനെ അല്ലെങ്കിൽ കുറ്റബോധം മാറാനായിട്ടാണോ, അതോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ, മറ്റൊന്നും ചെയ്യാനില്ല എന്നാൽ കുറച്ച് നേരം ഇത് ബൈബിൾ വായിച്ചോളെ അതാണോ? അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ കർത്താവ് നോക്കുമ്പം ഇവൻ ഫെയ്ത്ത്ഫുള്ളാണ്, ഇവൻ കൊള്ളാം, ഇവൻ അതിനോട് സ്നേഹവും, ആൾ പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ അവനൊരു ക്വാളിറ്റി, അവൻ ജെനുവിൻ, അവനെ വിശ്വസിക്കാൻ കൊള്ളാം, അവനൊരു കാര്യം ഏൽപ്പിക്കാൻ കൊള്ളാം എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് പറയുമോ? അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എനിക്ക് ഒത്തിരി അവസരങ്ങൾ, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കർത്താവ് തരും. ഞാൻ പെർഫെക്റ്റ് അല്ല, എന്നെക്കാട്ടി പെർഫെക്റ്റ് ആയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ചില സമയത്ത് എനിക്ക് ഭയങ്കര കോംപ്ലക്സ് അടിക്കാറുണ്ട്. പക്ഷേ അവർക്ക് പലർക്കും ലഭിക്കുന്നതിനേക്കാളും ഓപ്പർച്യൂണിറ്റീസ് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അതെൻ്റെ പെർഫെക്ഷൻ കൊണ്ടല്ല, എന്തോ കർത്താവിനെ ബോധിച്ചു. പൗലോസ് പറയുന്നുണ്ട്, അവൻ എന്നെ വിശ്വസനം എണ്ണി ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യും. ഇവൻ കൊള്ളാം, ഇവൻ കുഴപ്പമില്ല, ഇവനെ ഏൽപ്പിക്കാം. നമ്മളങ്ങനെ പല ആൾക്കാരെ കുറിച്ച് പറയുകയില്ല. നമ്മുടെ കൂടെ ജോലി ചെയ്ത് ചിലപ്പോൾ കുറേ പേര് കാണും. അതിൽ കുറച്ച് പേരെ കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു ധൈര്യം. അപ്പോൾ ഒരു മേജർ ഒരു കാര്യം വരും, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇവിടെ എല്ലാവരും പിക്ചർ വരും. അപ്പോൾ അവർ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുള്ളത് നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓർമ്മകൾ വരും. പെട്ടെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും, ഈ ആൾ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഒരു പ്രോജക്റ്റാണ്, അപ്പോൾ ഈ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. അപ്പോൾ എന്താ, നേരത്തെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഏൽപ്പിച്ചതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർത്താവിന് നമ്മളെ അതുപോലെ ഉപയോഗിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, കർത്താവിന് ഈ ഭൂമിയിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ആവശ്യം കർത്താവ് ഡയറക്റ്റ് അല്ല എന്ത് ചെയ്യുന്നു. കാരണം കർത്താവ് ചെയ്യുന്ന കർത്താവിൻ്റെ സഭയിൽ കൂടി, സഭയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ കർത്താവിൻ്റെ ഒരു കാര്യം, തൻ്റെ പ്രവൃത്തി താനിന്ന് ഭൂമിയിലില്ല, താൻ നടന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ, അതാകത്തവർ ഞാൻ പോകുന്നുണ്ട്, ഞാൻ ചെയ്ത പ്രവൃത്തികളും അതിനേക്കാൾ വലിയ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിക്കും, നിങ്ങളിൽ കൂടെ ഞാൻ ചെയ്യും. അപ്പം അതിന് നമ്മൾ അവൈലബിളാണ്. ഇപ്പോൾ കർത്താവ് ചെയ്ത പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്കൊരു വിശ്വസ്തത കൂടിയേ തീരും. അപ്പം നമ്മുടെ ഡിസയർ എപ്പോഴും രണ്ട് തരം ആൾക്കാരാണ്. ഒന്ന് എപ്പോഴും താഴെ എന്ന് പറയും, ഫസ്റ്റ് കാറ്റഗറി. മറ്റവർ, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അങ്ങേക്ക് വേണ്ടി ഇനി എന്ത് മാറ്റമാണ് എൻ്റെ ഉള്ളിൽ വരുത്തേണ്ടത്, എൻ്റെ മനോഭാവം ഇനിയും മാറണം, എൻ്റെ സ്വഭാവം ഇനി ഒത്തിരി മാറാൻ കിടക്കുക. ഇപ്പോഴും ഞാൻ ഒത്തിരി ലോകമനുഷ്യരെ പോലെ പലപ്പോഴും ചിന്തിക്കുന്നത്, ഇനിയും ആ മോളിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ഭാഗം താഴോട്ടുണ്ട് എന്ന് വെച്ചാൽ ഐസ്ബർഗിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങേക്ക് എന്നെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈ മാറ്റങ്ങൾ നടക്കണം. അപ്പോൾ ഞാൻ എൻ്റെ സ്വഭാവം വിട്ടുകളയേണ്ടത് അങ്ങേക്ക് വേണ്ടിയിട്ട്. എനിക്ക് പല ഇഷ്ടങ്ങളുണ്ട്, കൂടുതൽ കിടന്നുറങ്ങാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ കർത്താവേ എനിക്ക് അങ്ങയുടെ കൂടെ ഇരിക്കാനുള്ള സമയമാണ് ഞാൻ കോംപ്രമൈസ് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങളുടെ വചനം വായിക്കാനുള്ള സമയമാണ് ഞാൻ കോംപ്രമൈസ് ചെയ്യും.
ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറയാൻ കട്ടപ്പന ചേറ്റൂരി എന്ന് പറഞ്ഞ് ചോദിച്ചില്ല, മിനിസ്റ്റർ ചെയ്തപ്പോൾ അവിടെയുള്ള യൂത്തിനോട് ഞാൻ ചോദിച്ചു, ഡിനൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്തിന് മിക്കവാറുള്ള ചലഞ്ചസ്, അവർക്കെല്ലാം ഈ അവധി കിട്ടുമ്പോൾ കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടമാണ് മാക്സിമം കിടന്നുറങ്ങുക, ഫോണൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ട് രാത്രി ഒത്തിരി ലേറ്റായിട്ട് എന്നിട്ട് രാവിലെ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുക, ഒരു ഉച്ചയൊക്കെ നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉറങ്ങുമ്പോൾ അല്ല തലേദിവസമായിട്ട് കർത്താവ് പറയും, നീ നാളെ രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കണം, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പം ന്യായമായിട്ടൊരു ചോദ്യം, പണ്ട് ഞാൻ ഒരാളോട് പറഞ്ഞു വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, അതിൻ്റെ വെളുപ്പിനെ മാത്രമേ കർത്താവ് സംസാരിക്കത്തുള്ളൂ. അങ്ങനെയല്ലേ, കർത്താവ് എപ്പോൾ വേണേലും സംസാരിക്കും. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുള്ളതും ലോകത്തിൻ്റെ വലിയ പൊല്യൂഷനും വലിയ സൗണ്ട് നോയ്സും ഒന്നും ഇല്ലാതെ നമുക്കൊരു ഏകാഗ്രത കിട്ടുന്നത് വെളുപ്പിനെയാണ്. കർത്താവ് യേശുക്രിസ്തു കാണിച്ചത് മാതൃകയല്ല. യേശുക്രിസ്തു അതിരാവിലെ എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തനിച്ച് മാറി മലമുകളിലൊക്കെ പോയിരിക്കുമായിരുന്നു. എന്താ, കുറച്ച് കഴിഞ്ഞാൽ ബിസിയാണ്, ശിഷ്യന്മാർ വരും, അല്ലെങ്കിൽ ബാക്കി ജനം വരും കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര കാണും. അപ്പോൾ കർത്താവ് കാണിച്ചതൊരു മാതൃകയാണ്. പിതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഏറ്റവും നേരത്തെ എഴുന്നേറ്റ് മറ്റെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പം ഞാൻ യൂത്തിനോട് ചോദിച്ചു, കർത്താവ് നമ്മളോട് പറയാം, നാളെ കുറച്ച് നേരത്തെ എഴുതണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം നമ്മൾ എഴുന്നേൽക്കോ അതോ ആകെപ്പാടെ അവധി കിട്ടുന്ന ഇത്രയും ദിവസമുള്ളൂ, ഞാനിപ്പോൾ കിടന്നുറങ്ങട്ടെ, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡിനൈ ചെയ്യുന്നുണ്ടോ? നമ്മുടെ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം നമ്മൾ ഡിനൈ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് കിടന്നുറങ്ങാം, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കിടന്നുറങ്ങാം. പക്ഷേ കർത്താവ് സംസാരിക്കത്തില്ല. അപ്പം നമ്മൾ ഏതിനാണ് വില കൊടുക്കുന്നത്? ഉറക്കത്തിനാണ്, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനാണ്. പിന്നെ കർത്താവ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? കർത്താവ് പറയുന്നതൊന്നും അനുസരിക്കാതെ എന്നെ അനുഗ്രഹിക്കണോ എന്ന് പറയുന്നതുകൊണ്ട് എന്താ കാര്യം? വചനമുണ്ട്, താഴോട്ട് വായിച്ച് കേൾപ്പിക്കാം. കർത്താവ് അനുഗ്രഹിക്കും.